കുഞ്ഞു സമ്പാദ്യവും അച്ഛൻ്റെ ആദ്യ ശിക്ഷയും. ഈ നാടകങ്ങൾക്കും സിനിമയ്ക്കുമൊക്കെ ഇടയിൽ വീട്ടിൽ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ചങ്ങനാശ്ശേരി രവി സ്റ്റുഡിയോയിലെ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു സ്റ്റുഡിയോ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പെരുന്ന NSS കോളേജിൻ്റെ തൊട്ടു മുൻപിലായിരുന്നു സ്റ്റുഡിയോ. 2 ക്യാമറയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിലൊന്ന് കടയ്ക്കലെ കൃഷ്ണൻ ചിറ്റപ്പൻ കൊടുത്തതാണ്. അച്ഛൻ പിണങ്ങിപ്പോയി അധികം താമസിക്കാതെ കടയ്ക്കലെ കൃഷ്ണൻ നായർ സ്റ്റുഡിയോ പൂട്ടിക്കഴിഞ്ഞിരുന്നു. അവിടുത്തെ ക്യാമറയാണ്. സ്റ്റുഡിയോ കോളേജിൻ്റെ മുൻപിലാണ്. അടുത്തൊന്നും വേറെ സ്റ്റുഡിയോ ഇല്ല. സ്റ്റുഡിയോയിൽ എപ്പോഴും നല്ല തിരക്കായിരുന്നു. അച്ഛൻ ഡാർക്ക് റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിശപ്പും ദാഹവും ഒന്നും അറിയില്ല. നിർത്താതെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. രാവില്ല പകലില്ല, കൃത്യസമയത്ത് ഭക്ഷണമില്ല, ഒന്നുമില്ല. അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഡാർക്ക് റൂമിൽ അച്ഛൻ ബോധം കെട്ടു വീണു. പകലായിരുന്നു സംഭവം. ഞങ്ങളിതൊന്നും അറിയുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് വീട്ടിൽ ആൾ വന്നു. ബോധം കെട്ടു വീണെന്നും ബോധം തെളിഞ്ഞെന്നും ഇപ്പോൾ കുഴപ്പമില്ലെന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറയാനാണ് വന്നത്. ആരെങ്കിലും വന്ന് പറയാതിരുന്നാൽ ഞങ്ങളിതൊന്നും അറിയാനേ പോണില്ല. ഞങ്ങൾക്കതുകൊണ്ട് സമാധാനമാവില്ലല്ലോ. അച്ഛനെ ഡോക്ടറെ കാണിക്കണ്ടേ, പരിശോധിക്കണ്ടേ, ബോധം കെട്ടു വീഴാനുള്ള കാരണം അറിയണ്ടേ. ഞങ്ങൾ പോയി അച്ഛനെയും കൂട്ടി ഡോക്ടറെ പോയി കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, എനിക്ക് തടി വയ്ക്കാനൊക്കെ മരുന്ന് തന്ന ഡോക്ടർ ജോസ്. അദ്ദേഹത്തിൻ്റെ മക്കളെ ഞാൻ ഡാൻസ് പഠിപ്പിച്ചിരുന്നു. സ്റ്റുഡിയോയ്ക്കടുത്താണ് ഡോക്ടർ അൽഫോൻസ നഴ്സിംഗ് ഹോം. ഡോക്ടർ വിശദമായി പരിശോധിച്ചു. അച്ഛന് ഹൃദയത്തിനാണ് കുഴപ്പം. 2 വാൽവ് തകരാറിലാണ്. അന്ന് ഇന്നത്തെ പോലെ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയൊന്നും എളുപ്പമല്ല. ബൈപ്പാസും വാൽവ് മാറ്റി വയ്ക്കലുമൊന്നും നടക്കില്ല. മരുന്നും പഥ്യവും വിശ്രമവും തന്നെ ചികിത്സ. ഏതായാലും ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. അച്ഛൻ ഇനി സ്റ്റുഡിയോയിലൊന്നും പോകണ്ട. അവിടെ ശ്രദ്ധിക്കാൻ ആരാണുള്ളത്? വീട്ടിലിരുന്നുള്ള പണി മതി. ഞങ്ങൾ നിർബന്ധിച്ച് അച്ഛനെ കൊണ്ട് സ്റ്റുഡിയോ വിൽപ്പിച്ചു. ജോലി വീട്ടിലായി. അതിൽ നിന്ന് വരുമാനമൊക്കെ അച്ഛന് കിട്ടുന്നുണ്ട്. 500 രൂപ ശമ്പളം കിട്ടിയിരുന്ന കാലത്താണ് ശമ്പളക്കാരൻ എന്ന നില മാറി ഉടമസ്ഥനാവുന്നത്. അതിൽ നിന്ന് വരുമാനം കൂടുതൽ കിട്ടിയിരുന്നു. ഇപ്പോൾ എനിക്കും തരക്കേടില്ലാത്ത വരുമാനമായി. അതുകൊണ്ട് സ്റ്റുഡിയോ പൂട്ടുമ്പോൾ ഞാൻ പറഞ്ഞു, മാസം 400 രൂപ ഞാൻ തരും. പഴയതിൽ നിന്നും ഒരു 100 രൂപയുടെ കുറവല്ലേയുള്ളൂ. ആ കുറവ് വീട്ടിലിരുന്ന് ജോലി ചെയ്ത് അച്ഛന് പരിഹരിക്കാൻ കഴിയും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. വലിയ അല്ലലൊന്നുമില്ലാതെ നമുക്കങ്ങ് കഴിഞ്ഞുകൂടാം. അച്ഛന് കുറച്ച് പണമൊക്കെ ഞാൻ കയ്യിൽ കരുതാറുണ്ട്. എൻ്റെ രഹസ്യ സമ്പാദ്യം അധികമൊന്നും കാണില്ല. കൂടിയാൽ ഒരു 250 രൂപ, അതിനപ്പുറം പോവില്ല. എന്നാലും അതെൻ്റെ സ്വന്തം കാശല്ലേ. ഇതിനിടയിൽ സ്റ്റുഡിയോ വിറ്റ കാശും എൻ്റെ കുഞ്ഞു സമ്പാദ്യവും ഒക്കെ ചേർത്ത് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ ഒരു 14 സെൻറ്റ് സ്ഥലം വാങ്ങിയിരുന്നു. അവിടെ പറമ്പൊക്കെ കുത്തിമറച്ച് ഒരു കൂരയും കെട്ടിയിരുന്നു. താമസം അങ്ങോട്ട് മാറ്റി. അച്ഛൻ അവിടെ ഇരുന്നായി പണി. ഞാൻ നാടകത്തിനു പോയി KPSCയുടെ സംഘത്തിലായതുകൊണ്ട് എനിക്ക് അകമ്പടിയൊന്നും വേണ്ട. ഇതിനിടയിൽ നടന്ന ഒരു സംഭവം പറയാം. ഈ സമ്പാദ്യത്തോട് നമ്മൾ കാണിക്കുന്ന ചില വേവലാതികളെക്കുറിച്ചാണിത്. കാശ് കയ്യിലുണ്ടാവുമ്പോൾ അത് ചെലവാക്കാൻ മടി കാണിക്കും. അക്കാലം ക്ഷാമകാലമായിരുന്നു. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ സമയം. മാർക്കറ്റിൽ അരിയൊന്നും കിട്ടാനില്ല. നല്ല അരിക്ക് തീ വില. കിട്ടുന്ന അരി പശപ്പച്ചരി. ഞങ്ങൾ അതൊക്കെ എങ്ങനെയെങ്കിലും കഴിക്കും. എൻ്റെ ഇളയ അനിയത്തി ശ്യാമളയ്ക്ക് പശപ്പച്ചരി തീരെ കഴിക്കാൻ പറ്റില്ല. കഴിച്ചാൽ അവൾ ഛർദ്ദിക്കും. ആകെ കുഴപ്പമാകും. അതുകൊണ്ട് അവൾക്കായി എപ്പോഴും കുറച്ച് നല്ല അരി വീട്ടിൽ കരുതിയിരിക്കും. ഒരു ദിവസം അവൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ അരിയില്ലാതായി. എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. ഞാനത് പറഞ്ഞില്ല. അതുകൊണ്ട് ശ്യാമളയ്ക്ക് ഞങ്ങളോടൊപ്പം പശപ്പച്ചരി ചോറ് തന്നെ കഴിക്കേണ്ടി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ നിർത്താതെ ഛർദ്ദിക്കാൻ തുടങ്ങി. വീട്ടിലെല്ലാവർക്കും വേവലാതിയായി. എനിക്കാണെങ്കിൽ വേവലാതിക്കൊപ്പം കടുത്ത കുറ്റബോധവും. ഞാൻ ചെയ്തതിന് ഒരു ന്യായീകരണവുമില്ല. കാശുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചില്ലേ? അതെൻ്റെ സ്വാർത്ഥതയല്ലേ? ഇങ്ങനെയൊക്കെ ആവുമെന്ന് കരുതിയതേയില്ല എന്നത് നേരെ. എന്നാലും
ഞാൻ ചെയ്തത് കടുത്ത കുറ്റം തന്നെ. വേഗം തന്നെ ഡോക്ടറെ കാണിച്ചു. മരുന്നും വാങ്ങിക്കൊടുത്തു. അരിയും വാങ്ങി തിളപ്പിച്ച് കഞ്ഞിയും കുടിപ്പിച്ചു. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ല. എന്നെ ആകെ മാറ്റിമറിച്ച സംഭവമാണത്. എന്നെ ഏറെ വേദനിപ്പിച്ചതും. വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മതി രഹസ്യ സമ്പാദ്യം എന്ന് തീരുമാനിച്ചു. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അത് നടന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിലും ഇതോട് ചേർന്ന് വരുന്നതാണത്. അതും സാമ്പത്തികം തന്നെ. അന്ന് ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 2 കൂട്ടുകാരികളുണ്ടായിരുന്നു, സുമതിയും അമ്മിണിയും. ഞാനും സുമതിയും തമ്മിലായിരുന്നു വലിയ കൂട്ട്. അമ്മിണിയെ ഞങ്ങൾ അധികം അടുപ്പിക്കാറില്ല. അവളൊരു കുശുമ്പിയും ഏഷണിക്കല്യാണിയുമായിരുന്നു. ഉള്ളതൊക്കെ പെരുപ്പിച്ച് പറയും, കൂടെ ഇല്ലാത്തതും കൂട്ടിപ്പറയും. അതുകൊണ്ട് കഴിയുന്നതും ഞങ്ങൾ അവളെ ഒഴിവാക്കുമ്പോൾ അവൾക്ക് വാശി കൂടും. എന്തെങ്കിലും വഴി തേടിപ്പിടിച്ച് അവൾ ഞങ്ങളെ കുരുക്കും. ഒരു കുറ്റാന്വേഷകയുടെ മനസ്സോടെ കാര്യങ്ങൾ മണത്ത് കണ്ടുപിടിക്കാൻ അവൾ ബഹുകേമിയാണ്. എന്നിട്ടത് എത്തേണ്ടിടത്തൊക്കെ എത്തിക്കും. മറ്റുള്ളവർ ശിക്ഷ അനുഭവിച്ച് കാണുന്നത് അവൾക്ക് സന്തോഷമാണ്. ചങ്ങനാശ്ശേരിയിലെ കൊട്ടകയിൽ അന്നൊരു തമിഴ് സിനിമ കളിക്കുന്നുണ്ടായിരുന്നു. പ്രേം നസീർ അഭിനയിച്ച പടമാണ്. അതുകൊണ്ട് അത് കാണണമെന്ന് ഞങ്ങൾ ഉറച്ചു. വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ അറിയാതെ പോണം. ഒരു കട്ടുതിന്നലിൻ്റെ രസം. സിനിമ കാണാൻ ഏതായാലും ഉറച്ചു. ഇനി കാശിനുള്ള വഴിയാണ് കണ്ടുപിടിക്കേണ്ടത്. കാശിന് കാശ് തന്നെ വേണമല്ലോ. ടിക്കറ്റിനുള്ള പണം അമ്മയുടെ കാൽപ്പെട്ടിയിൽ നിന്ന് മോഷ്ടിക്കാൻ തീരുമാനിച്ചു. ആ കാൽപ്പെട്ടി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഒരു സ്മാരകം പോലെ. എൻ്റെ തെറ്റിനെ എന്നും ഓർമ്മപ്പെടുത്താനായി ഇരിപ്പുമുറിയിൽ തന്നെ ഞാനത് സ്ഥാപിച്ചിരിക്കുന്നു. അതൊരു വിശേഷപ്പെട്ട പെട്ടിയാണ്. മണിത്താഴുള്ള പെട്ടി. തുറക്കുമ്പോൾ മണിയൊച്ച മുഴങ്ങും. അമ്മ കുളിക്കാൻ പോകുന്നത് നോക്കിയിരിപ്പാണ്. തോർത്തുമെടുത്ത് അമ്മ കുളക്കടവിലേക്ക് പോയ ഉടനെ ഞാൻ ആ പെട്ടി തുറന്ന് 1 രൂപ എടുത്തു. പെട്ടി പഴയതുപോലെ അടച്ചു വെച്ചു. ഞങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കാലമാണത്. 1 രൂപ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന കാലം. ശനിയാഴ്ചയാണ് സിനിമ കാണാൻ പോകുന്നത്. തലേന്നാണ് മോഷണം. അമ്മ പെട്ടി തുറക്കല്ലേ എന്നും കളവ് കണ്ടുപിടിക്കല്ലേ എന്നും പ്രാർത്ഥിച്ചാണ് നടക്കുന്നത്. ശനിയാഴ്ച വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ എന്തെങ്കിലും കള്ളം പറയണം. സ്കൂളിൽ പോവാൻ ഞാൻ തിരക്കിട്ട് ഒരുങ്ങുകയാണ്. എങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? സാധാരണ ക്ലാസ്സിൽ പോകുന്നതിനേക്കാൾ ആവേശത്തിലാണ് ഒരുക്കം. ഇന്ന് ശനിയാഴ്ചയല്ലോ, ക്ലാസ്സിൽ പോകണം. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതെന്താ അമ്മിണിക്കില്ലേ? അവൾ ക്ലാസ് ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. അവൾക്കില്ല, ഹിന്ദിയാണ്. അമ്മിണി ഹിന്ദി പഠിക്കുന്നില്ല. ക്ലാസ്സിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ സിനിമ കാണാൻ പോയി. പരിചയമുള്ള ആരെങ്കിലും ഞങ്ങളെ കാണുമോ എന്ന പേടിയുണ്ട് മനസ്സ് നിറയെ. വീടിനടുത്തുള്ള ഒരാൾ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് കയറുന്നത് കണ്ടു. നല്ല പരിചയമുള്ള ഒരാൾ. പേരറിയില്ല. നല്ല പൊക്കമുള്ള ഒരാൾ. ദിവസവും കാണാറുള്ളതാണ്. ഞാൻ സുമതിയോട് പറഞ്ഞു, അയാൾ നമ്മളെ കണ്ടെന്നാണ് തോന്നുന്നത്. പോടി, നിനക്ക് തോന്നിയതാ, നമ്മളെ ആരും കണ്ടില്ല. സിനിമ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചെത്തി. അമ്മ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. ഒന്നും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്തില്ല. കിട്ടിയ ഉടനെ എന്നെ കെട്ടിയിട്ട് അരിശം തീരും വരെ അടിച്ചു. അമ്മിണി ഏഷണി കൂട്ടിയതാണ്. രാത്രിയായി. അച്ഛൻ വന്നു. അമ്മ അച്ഛനോട് വിശേഷമൊക്കെ പറഞ്ഞു. അന്ന് രാത്രി അച്ഛനൊന്നും പറഞ്ഞില്ല. കേസ് വിചാരണയ്ക്കെടുത്തില്ല. ഒന്നും ചോദിച്ചതുമില്ല. ഒന്ന് നീട്ടി മൂളി അകത്ത് കയറിപ്പോയി. പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛൻ എന്നെ വിളിച്ചു. മുറ്റത്തൊരു തൈത്തെങ്ങ് നിൽപ്പുണ്ട്. അതിൽ നിന്ന് 3 ഈർക്കിൽ വളരെ ശ്രദ്ധിച്ച് ചീന്തിയെടുത്തു. 3ഉം കൂടെ നല്ലവണ്ണം പിരിച്ചെടുത്തു. ഈർക്കലുകളുടെ അറ്റം ചുരുട്ടിക്കെട്ടി. എല്ലാം ഞാൻ നോക്കി നിൽക്കുകയാണ്. എന്നെ അടുത്തേക്ക് വിളിച്ചു. സിനിമ കണ്ടോ? കണ്ടു. കാശ് എവിടുന്നാ? സുമതി തന്നതാ. അച്ഛന് പിന്നെ സഹിച്ചില്ല. അച്ഛൻ്റെ പുന്നാരമോൾ കള്ളം പറയുന്നു. പണം മോഷ്ടിച്ചതും പോരാ, കള്ളവും പറയുന്നു. ഞാൻ കള്ളം പറയുന്നുവെന്ന് അച്ഛൻ ഒരു കാലവും കരുതിയിരുന്നില്ല. അമ്മ അടിക്കുമ്പോഴൊക്കെ ആശ്വസിപ്പിക്കുന്നത് അച്ഛനായിരുന്നു. അച്ഛൻ എന്നെ പൊതിരെ തല്ലി. തീ പാറുന്ന അടി. ഈർക്കിൽ കൊണ്ടുള്ള ഈ വിദ്യ അച്ഛനറിയാമെന്ന് ഞാനും കരുതിയില്ല. അച്ഛൻ എന്നെ എന്നെങ്കിലും അടിക്കുമെന്നും. ഈർക്കിൽ കൊള്ളുന്നിടത്തെല്ലാം ചോര പൊടിയുന്നു. കൂട്ടിക്കെട്ടിയ അറ്റം കൊള്ളുന്നിടത്ത് മുറിവ് ആഴത്തിലാണ്. സഹിക്കാൻ മേലാത്ത വേദന. ഈർക്കിൽ കൊണ്ടുള്ള അടിയുടെ വേദന ഭയങ്കരമാണ്.
അമ്മയുടെ തടിയൻ വടി അതിൻ്റെ നാലയലകത്ത് വരില്ല. ഒടുക്കം കലി തീർന്നപ്പോൾ അച്ഛൻ ഈർക്കിൽ വലിച്ചെറിഞ്ഞു. പിന്നീട് ഒരിക്കലും അച്ഛൻ എന്നെ അടിച്ചിട്ടില്ല. അതിനു മുൻപും അടിച്ചിട്ടില്ല. അച്ഛൻ എനിക്ക് തരുന്ന ആദ്യത്തെയും അവസാനത്തെയും ശിക്ഷ അത് ഞാൻ അർഹിക്കുന്നത് തന്നെ, തീർച്ച.